ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം മാജിക് കിച്ചണിലേക്ക്. അപ്പോൾ ഞാനിന്ന് മസാലക്കറിയും കൊട്ടപ്പുളിയാണ് ഉണ്ടാക്കാൻ പോണത്. ബീട്രൂട്ട് മസാലക്കറി. മസാല അതിന് വേണ്ടിയിട്ട് കുറച്ച് കടല കുതിർത്തി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബീട്രൂട്ട് ഒരു ഉരുളക്കിഴങ്ങായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതുമൊക്കെ കഴുകിയിട്ടു. ഒരു ഉള്ളി സവോള ഇട്ടിട്ടുണ്ട്, ഒരു തക്കാളി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വേവിച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അപ്പം ഞാനിന്ന് കൊട്ടപ്പുളിക്ക് വേണ്ടിയിട്ട് പുളി കുതിർത്തി വെച്ചിട്ടുണ്ട്. പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു. ആവശ്യത്തിനുള്ള ഇത് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേകാൻ വയ്ക്കാം കേട്ടോ. നന്നായി ഉടഞ്ഞ് നന്നായിട്ട് ഒന്നും വേകണം. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും, നന്നായിട്ടുണ്ടാകും. പാലക്കാട്ടുകാരുടെ പിന്നെ കറിയാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ കൊട്ടപ്പുളിക്ക് നന്ദി വെന്തു. അപ്പോൾ നമുക്ക് കൊട്ടപ്പുളിക്ക് വറക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. കുറച്ച് ഉലുവയിടാം. കടുക് നന്നായി പൊട്ടിയ ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ കൊട്ടപ്പുളിക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉലുവയും കുറച്ച് ജീരകം ഇട്ടു. കുറച്ച് വെളുത്തുള്ളി ഇടാം. പച്ചമുളക് രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത്, കുറച്ച് കരിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോഴേക്കും കൊട്ടപ്പുളി നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഇതൊക്കെ നന്നായിട്ടൊന്ന് വറന്ന ശേഷം നമുക്ക് മാറ്റിയിട്ട് കൊട്ടപ്പുളിയിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ചീഞ്ചട്ടി തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയ ശേഷം നമുക്ക് പൊടികളൊക്കെ ഇടണം. കുറച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചില്ലേ, അതിന് നന്നായിട്ട് ആ വെള്ളത്തോട് കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വറ്റുന്നവരേക്കും നമുക്ക് മസാല അതിലൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ കൊട്ടപ്പുളി നന്നായി തിളച്ച് അതിലേക്ക് കരിവേപ്പിലും മല്ലി ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് വറ്റി, വെള്ളമൊക്കെ വറ്റിയ ശേഷം കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് പപ്പടം കാച്ചാം. പപ്പടം നന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് എണ്ണ വെച്ച് പപ്പടം നന്നായിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഉച്ചക്കലേക്ക് സമയമായി. അപ്പോൾ ഊണിന് വേണ്ടിയിട്ട് നമ്മൾ ചോറൊക്കെ വിളമ്പാട്ട് നല്ല പപ്പടം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത കുട്ടികൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ചോറ് എടുക്കുക. ചോറ് എടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള ചോറ്, പപ്പടം, അച്ചാറ്, പിന്നെ ബീട്രൂട്ട് മസാല, കുറച്ച് കപ്പയ്ക്കുപ്പേരി ഉണ്ടായിരുന്നു. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കടല ഉപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഊണ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.